ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് UK വരുന്ന കുറച്ച് ചേഞ്ചസ് ആണ്. UK BRPയിൽ വരുന്ന ചേഞ്ചസ്. നമ്മൾ പറയും നമുക്കിപ്പോൾ എല്ലാവർക്കും BRP കിട്ടിയിട്ടുണ്ട്. അപ്പോൾ BRP കിട്ടിയപ്പോൾ അതിലെല്ലാം വാലിഡിറ്റി കൊടുത്തിരിക്കുന്നത് 2024 ഡിസംബർ 31 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ടെൻഷനാണ്, നമുക്ക് വിസ അത് കഴിഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് നമുക്ക് 31 എന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഈ വർഷം 31 കൂടി നമ്മുടെ BRP തീരുകയാണ്. BRPയുടെ ഫിസിക്കൽ BRP അവർ നിർത്തലാക്കുകയാണ്. മറിച്ച് അവർ ഇലക്ട്രോണിക്കലായിട്ട് അതിൻ്റെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാം ഇലക്ട്രോണിക്കലി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാം നമുക്ക് ഷെയർ കോഡ് വഴിയായിരിക്കും കൂടുതലും നമ്മുടെ ഈ BRP ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഷെയർ കോഡ് വഴിയായിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ എങ്ങനെ ഷെയർ കോഡ് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് ഞാൻ പറയും. അതുപോലെ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഫിസിക്കൽ BRP നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് വാലിഡിറ്റി ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ID ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. അതിന് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് പ്രൊവിഷണൽ ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. കാരണം പ്രൊവിഷണൽ ലൈസൻസ് എടുക്കാനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഏത് അഡ്രസ്സിൽ നിന്നുകൊണ്ടും നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിൽ പോലും, നമുക്ക് UK എവിടെയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പ്രൊവിഷണൽ ലൈസൻസ് എടുക്കാം. അതിന് ഡ്രൈവിംഗ് അറിയേണ്ട കാര്യമില്ല. അതുപോലെ യാതൊരുവിധ ഡ്രൈവിംഗായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങൾ ഉദ്ദേശിക്കരുത് ഡ്രൈവിംഗ് ബന്ധമില്ലാന്ന്. മറിച്ച് ഡ്രൈവിംഗ് അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ടെൻഷൻ അടിക്കണം. ഡ്രൈവിംഗ് അറിയാണ്ട് ഞാൻ ലൈസൻസ് എടുത്തിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ എനിക്ക് ലൈസൻസ് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒത്തിരി ഉപകാരങ്ങളുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ പറഞ്ഞു BRPയിൽ നിന്ന് എങ്ങനെ നമുക്ക് ഷെയർ കോഡ് എടുക്കാമെന്ന്. ഷെയർ കോഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ടു വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഷെയർ കോഡ് എന്നുള്ള ഇതിന് നമ്മൾ ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൈറ്റ് കിട്ടും. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ആ ഒരു സൈറ്റിൽ നമ്മൾ കയറിയിട്ട് ലോഗിൻ ചെയ്ത് നമ്മുടെ BRPയുടെ ഡീറ്റെയിൽസ്, അതായത് BRP ഡീറ്റെയിൽസും NI നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സൈറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ഷെയർ കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഷെയർ കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ എംപ്ലോയർക്ക്, അതുപോലെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് ടു വർക്ക് പെർമിറ്റ് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷെയർ കോഡ്. ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഷെയർ കോഡ് കിട്ടും നോക്കാം. നമ്മളിപ്പോൾ കണ്ടല്ലോ ആ സൈറ്റിൽ നോക്കാം, പ്രൂവ് റൈറ്റ് ടു വർക്ക് എന്നുള്ള സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആയി വരുമ്പോൾ സ്റ്റാർട്ട് നൗ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബയോമെട്രിക് ID ആണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. അതുപോലെ പെർമിറ്റ് ഉണ്ട്, യെസ് അത് കൊടുത്തു. നമ്മുടെ BRPയിലെ നമ്മുടെ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു പേജിലേക്ക് വരും. അപ്പോൾ നമ്മുടെ കറക്റ്റ് റൈറ്റ് ടു വർക്കിൻ്റെ ഡീറ്റെയിൽസ് വരും. നമുക്ക് എന്ന് വരെ വിസയുണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റാറ്റസ്, നമുക്ക് ഏത് വിസയിലാണുള്ളത്, എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഗെറ്റ് ഷെയർ കോഡ് എന്ന് അടിക്കുമ്പോഴത്തേനും നമ്മുടെ ഷെയർ കോഡ് കിട്ടും. ആ ഷെയർ കോഡ്, ഈ ഒരു കോഡാണ് നമ്മൾ ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടത്. അത് നമുക്ക് മെയിലായിട്ട് അയക്കാം, അതല്ലെങ്കിൽ ഇമെയിലായിട്ട് അയക്കാം. ഈ ഷെയർ കോഡിൻ്റെ വാലിഡിറ്റി 3 മാസമുള്ളൂ. 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷെയർ കോഡ് തന്നാൽ വീണ്ടും നമ്മൾ ഷെയർ കോഡ് ജനറേറ്റ് ചെയ്യണം. പിന്നെ അതിന് താഴെ പോയി കഴിഞ്ഞാൽ നമുക്കത് ഇമെയിലായിട്ട് നമ്മുടെ ഡയറക്റ്റ് എംപ്ലോയർക്ക് അയക്കാം. ഇനി അതല്ലെങ്കിൽ പ്രിൻറ്റ് ദിസ് പേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു PDF ആയിട്ട് കിട്ടും. ഇത് നമുക്ക് ആവശ്യമുള്ളവർക്ക് മെയിൽ അയച്ച് കൊടുത്താലും അവർക്കത് ഉപകാരമായിരിക്കും.